ബഹിരാകാശ ശാസ്ത്രരംഗത്ത് പുതുചരിത്രത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ISROയും ഇന്ത്യയും. സ്പേസ് ഡെക്സ് ദൗത്യത്തിന്റെ വിക്ഷേപണം വിജയകരമായിരുന്നുവെന്ന് ISRO ട്വീറ്റ് ചെയ്തതോടെ നമ്മൾ മുന്നോട്ട് തന്നെയെന്ന് ഒരിക്കൽ കൂടി ഉറപ്പായി. സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുകയെന്ന വലിയ സ്വപ്നത്തിലേക്കുള്ള നിർണായക ചുവടുകളായ ഡോക്കിംഗ്, അൺഡോക്കിംഗ് സാങ്കേതിക വിദ്യകൾ സ്പേസ് ഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായി പരീക്ഷിക്കപ്പെടും. ഡിസംബർ 30 രാത്രി 10 മണിക്ക് സ്പേസ് ഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായുള്ള 220 കിലോഗ്രാം ഭാരമുള്ള 2 ചെറു സാറ്റലൈറ്റുകളുമായാണ് PSLV-60 റോക്കറ്റ് പറന്നുയർന്നത്. ചേസർ അതായത് SDX-01, ടാർഗറ്റ് അതായത് SDX-02 ഉപഗ്രഹങ്ങളാണ് പ്രധാന 2 പേലോഡുകൾ. ഈ 2 ഉപഗ്രഹങ്ങളെയും ഇന്ത്യയുടെ വ്യത്യസ്ത റോക്കറ്റായ PSLV-60 കൃത്യമായി ഭ്രമണപഥത്തിലെത്തിച്ചുവെന്ന് ISRO ചെയർമാൻ സോമനാഥ് അറിയിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരം 475 കിലോമീറ്റർ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് സാറ്റലൈറ്റുകളെ എത്തിച്ചത്. ചേസർ, ടാർഗറ്റ് എന്നിങ്ങനെ പേരിട്ട ഈ 2 കൃത്രിമ ഉപഗ്രഹങ്ങളും വരും ദിവസങ്ങളിൽ പരസ്പരം കൂടുതൽ അകലങ്ങളിലേക്ക് നീങ്ങും. ഏകദേശം 20 കിലോമീറ്റർ വരെ അകലത്തിലേക്ക് ഇവ എത്തിയ ശേഷം കൃത്രിമ ഉപഗ്രഹങ്ങളെ ഘട്ടം ഘട്ടമായി പരസ്പരം അടുപ്പിക്കുകയും കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യും. ഈ പ്രക്രിയയാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് വിളിക്കുന്നത്. ജനുവരി 7 സ്പേസ് ഡെക്സിന്റെ ഭാഗമായുള്ള സ്പേസ് ഡോക്കിംഗ് നടക്കുകയെന്ന് ISRO ചെയർമാൻ സോമനാഥ് അറിയിച്ചിരിക്കുന്നു. ചന്ദ്രയാൻ 4 ദൗത്യത്തിലും ഗഗൻയാനിനും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ നിർമ്മാണത്തിലുമെല്ലാം സ്പേസ് ഡോക്കിങ്ങിന്റെ വിജയം നിർണായകമാകും. ഘട്ടം ഘട്ടമായി ഭാഗങ്ങൾ ഭൂമിയിൽ നിന്നും വിക്ഷേപിച്ച് ബഹിരാകാശത്ത് നിർമ്മാണം പൂർത്തിയാക്കുന്ന ബഹിരാകാശ പേടകത്തിന്റെ നിർമ്മാണത്തിൽ ഡോക്കിംഗ്, അൺഡോക്കിംഗ് സാങ്കേതിക വിദ്യകൾ നിർണായകമാണ്. 2 പേടകങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഒരൊറ്റ പേടകം പോലെ പ്രവർത്തിപ്പിച്ച ശേഷം വീണ്ടും വേർപെടുത്തുന്ന പ്രക്രിയയാണ് അൺഡോക്കിംഗ്. സ്പേസ് ഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായുള്ള ചേസർ, ടാർഗറ്റ് സാറ്റലൈറ്റുകൾ അൺഡോക്കിങ്ങിന് ശേഷം പിന്നെയും 2 വർഷത്തോളം ബഹിരാകാശത്ത് തുടരുകയും ചെയ്യും. ബഹിരാകാശ ശാസ്ത്രരംഗത്ത് സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ് ഡോക്കിങ്ങും അൺഡോക്കിങ്ങും. ഇന്ത്യ ആദ്യമായാണ് ഈ 2 സാങ്കേതിക വിദ്യകളും ബഹിരാകാശത്ത് പരീക്ഷിക്കുന്നത്. നേരത്തെ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഡോക്കിംഗ്, അൺഡോക്കിംഗ് വിജയകരമായി നടത്തിയിട്ടുള്ളത്. ബഹിരാകാശ നടത്തം, ഉപഗ്രഹങ്ങളുടെ അറ്റകുറ്റപ്പണി എന്നിവയിലെല്ലാം ഉപയോഗപ്പെടുത്തുന്ന കൃത്രിമ കൈയും ഇത്തവണ പരീക്ഷിക്കുന്നുണ്ട്. ബഹിരാകാശ മാലിന്യങ്ങളെ പിടിച്ചെടുത്ത് നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഡെബ്രിസ് ക്യാപ്ചർ റോബോട്ടിക് മാനിപ്പുലേറ്ററും ദൗത്യത്തിന്റെ ഭാഗമാണ്. സ്പേസ് ഡെക്സ് വിക്ഷേപണത്തിനുള്ള PSLV റോക്കറ്റിന്റെ 4ാം ഘട്ടം പ്രൊപ്പൽഷൻ സംവിധാനമായ POEM-4 താൽക്കാലിക ബഹിരാകാശ പരീക്ഷണശാലയായി മാറും. POEM-4ൽ 24 പേലോഡുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 14 എണ്ണം ISROയും അനുബന്ധ സ്ഥാപനങ്ങളും വികസിപ്പിച്ചെടുത്തതും 10 എണ്ണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്റ്റാർട്ടപ്പുകളും വികസിപ്പിച്ചെടുത്തതുമാണ്. 2 ഇനം സസ്യങ്ങളും 1 കൂട്ടം ബാക്ടീരിയയും POEM-4ന്റെ ഭാഗമായി ബഹിരാകാശത്തെത്തിയിട്ടുണ്ട്. പയർ വിത്തുകളും ചീരവിത്തുമാണ് ബഹിരാകാശത്ത് പരീക്ഷണ വിധേയമാവുക. തികച്ചും വ്യത്യസ്തമായ ബഹിരാകാശത്ത് അവസ്ഥയിൽ എങ്ങനെ ചെടികൾ മുളപ്പിക്കാമെന്നതാണ് വെല്ലുവിളി. ഈ വിത്തുകളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നിരീക്ഷിക്കപ്പെടും. അഹമ്മദാബാദിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പായ പിയർസൈറ്റ് സമുദ്ര നിരീക്ഷണത്തിനായി വരുണ എന്ന പേരിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ സാറ്റലൈറ്റും POEM-4ന്റെ പേലോഡായി വിക്ഷേപിച്ചിട്ടുണ്ട്. 2028 കൂടുതൽ സമഗ്രമായ സമുദ്ര നിരീക്ഷണത്തിന് 32 സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുവാൻ പദ്ധതിയിടുന്ന കമ്പനിയാണ് പിയർസൈറ്റ്. കർണാടകയിൽ നിന്നുള്ള SJC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഒരു ട്രാൻസ്മിറ്റർ പേലോഡാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമേച്ചർ റേഡിയോ സാറ്റലൈറ്റ് സർവീസ് രാജ്യാന്തര തലത്തിൽ എത്തിക്കുകയാണ് ISROയുടെ URSCCയുമായി സഹകരിക്കുന്ന SJC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ലക്ഷ്യം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.